ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് അവർ ചാനൽ. അപ്പോൾ ഇന്ന് രാവിലെ ഒരു വ്ളോഗുമായിട്ടാണ് വന്നേക്കുന്നത്. നമുക്ക് ഉച്ചവരെയുള്ള ഒരു വ്ളോഗാണ് കേട്ടോ. അപ്പം വീഡിയോ ഇൻഷാ അള്ളാ എടുക്കുന്ന അന്ന് തന്നെയാണ് അപ്ലോഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇന്നലെ കുറച്ച് ശാരീരിക പ്രോബ്ലങ്ങളൊക്കെ ആയത് കാരണം തന്നെ വീഡിയോ ഒക്കെ എടുക്കാനും ഒക്കെ ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. അപ്പം ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പോൾ തന്നെ സിറ്റ് ഔട്ടിലൊക്കെ ഇങ്ങനെ പാറ്റല്ലേ, ഈ ഒരു മഴയൊക്കെ പെയ്ത് കഴിഞ്ഞാൽ അങ്ങനെയാണ് കേട്ടോ. അപ്പം വീഡിയോ എടുക്കുന്നതിൻ്റെ ഇന്നലെയും അതുപോലെ ചെറിയൊരു മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഇന്നും നല്ല മഴയും കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അൽഹംദുലില്ലാഹ്. ആ ഒരു ചൂടൊക്കെ ഇത്തിരി കുറയുന്നുണ്ടല്ലോ. അപ്പം നിറയെ സിറ്റ് ഔട്ടിൽ ഈ പാറ്റാട്ട് അതിങ്ങനെ അടിച്ച് വാരിക്കഴിഞ്ഞാലും ഇതിൻ്റെ ആ ഒരു ചിറകുണ്ടല്ലോ, ഇങ്ങോട്ടടിക്കുമ്പോൾ അങ്ങോട്ട്, അങ്ങോട്ടടിക്കുമ്പോൾ ഇങ്ങോട്ട്, അതുപോലെയാണ് കേട്ടോ. അങ്ങനെ കുറച്ച് നേരത്തെ കഷ്ടപ്പാടിനൊടുവിൽ ഒക്കെ അടിച്ചു വാരി പുറത്താക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പം അതിനിടയിൽ നമ്മുടെ മിന്നു എഴുന്നേറ്റിട്ടുണ്ട്. ഷാനാക്ക് മദ്രസയ്ക്കൊക്കെ പോകാനുള്ളതുകൊണ്ട് തന്നെ നേരത്തെ എഴുന്നേറ്റിട്ടുണ്ട്. അപ്പോൾ ഷാന എഴുന്നേറ്റിട്ട് നിസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് മദ്രസയിലോട്ട് പോകാനായിട്ട് ചായ കുടിക്കുകയാണ് കേട്ടോ. അപ്പോൾ രാവിലെ ഇതുപോലെ ഒരു ഗ്ലാസ് ചായയും പിന്നെ അത് 2-3 ബിസ്ക്കറ്റോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെറിയ സ്നാക്സ് പോലത്തെ ചിപ്സ് അങ്ങനത്തെ ഒക്കെ എന്തെങ്കിലും ഐറ്റംസ് ആയിട്ട് കൊടുക്കുക. കൂടുതലും ഇതുപോലെ ബിസ്ക്കറ്റ് തന്നെ ആയിരിക്കും കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് അങ്ങനെ പിന്നെ ഷാന മദ്രസയിലോട്ട് പോകാനായിട്ട് റെഡിയാവുകയാണ് കേട്ടോ. അപ്പോഴേക്കും ഞാനിതാ അടുക്കളയൊക്കെ സെറ്റാക്കി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നലെ വയ്യാത്തതുകൊണ്ട് തന്നെ രാത്രി ഷാനയാണ് കേട്ടോ പാത്രങ്ങളൊക്കെ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നത്. ഞാൻ ഒന്ന് നേരത്തെ കിടന്നുറങ്ങി കേട്ടോ. എന്നും ഒരു 10 മണി 10:30 ഒക്കെ ആകുമ്പോഴാണ് കയറി കിടക്കാറ്. അപ്പോൾ ഇന്നലെ 9 മണിക്ക് തന്നെ കയറി കിടന്നു. തലവേദന നല്ല ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു ഭയങ്കര അസ്വസ്ഥത, ഇവർ സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ പോലും ഒരു എന്തൊക്കെയോ ഒരു പൊറുതിയുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ ഷാന അവിടെ ഹാളിൽ ഇരുന്നിട്ട് ചോറൊക്കെ ഇങ്ങനെ സാവകാശം കഴിച്ചു. ഞാൻ വേഗം പോയിട്ട് കിടന്നു കേട്ടോ. മിന്നുവിനെ അങ്ങനെ കൊണ്ടുപോയിട്ട് കിടത്തിയിട്ടുണ്ടായിരുന്നു ഫുഡും കാര്യങ്ങളൊക്കെ കൊടുത്തതിന് ശേഷം കേട്ടോ. പിന്നെ ഇതാ കുറേ കഴിഞ്ഞപ്പോഴാണ് ഷാന വന്നിട്ട് കിടക്കാൻ നേരത്ത് ഞാൻ എന്താ നിനക്ക് അവിടെ പണിയെന്ന് ചോദിച്ചപ്പോൾ ആൾ പാത്രങ്ങളൊക്കെ പാവം കഴുകി വെച്ചിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇവളിങ്ങനെ നമ്മളോട് പാത്രം കഴുകട്ടെ അല്ലെങ്കിൽ എന്തെങ്കിലും ഹെൽപ്പ് വേണമെന്നൊക്കെ ചോദിക്കുമ്പോൾ എനിക്ക് അത്ര വലിയ കാര്യമായിട്ട് തോന്നൂല കേട്ടോ. പക്ഷേ ഇങ്ങനെയുള്ളൊരു അവസരങ്ങളിലൊക്കെ നമുക്കിതുപോലെയൊക്കെ ഒരു ഹെൽപ്പ് ചെയ്ത് തരുമ്പോൾ വല്ലാത്തൊരു സന്തോഷമാണ് കേട്ടോ. എന്നും അങ്ങനെ തന്നെ ആക്കി കൊടുക്കട്ടെ. അപ്പോൾ അതാണ് പറഞ്ഞു വന്നത്. നമ്മളൊന്ന് കിടന്നു കഴിഞ്ഞാൽ ഒരു ചെറുതായിട്ടെങ്കിലും ഒരു ഹെൽപ്പ് ആളുണ്ടാകുമ്പോൾ നമുക്ക് അൽഹംദുലില്ലാ എന്തുകൊണ്ടും ഒരു ഭാഗ്യം തന്നെയല്ലേ. പ്രത്യേകിച്ച് നമ്മുടെ കിച്ചണിലൊക്കെ ഇങ്ങനെ പാത്രമൊക്കെ സിങ്കിൽ കിടക്കുന്നത് രാവിലെ എഴുന്നേറ്റ് കാണുമ്പോൾ തന്നെ നമുക്കൊരു ഒരുമാതിരി ആയിരിക്കും. അപ്പോൾ പിന്നെ അതൊക്കെ കഴുകി വെച്ചു. ആൾ കൗണ്ടർ ടോപ്പും കാര്യങ്ങളൊക്കെ തുടച്ച് നീറ്റാക്കി ഇട്ടുണ്ടായിരുന്നു കേട്ടോ. രാവിലെ വന്നപ്പോൾ തന്നെ ചെറുതായിട്ടൊരു തലവേദന ഉണ്ടെങ്കിൽ പോലും ആ ഒരു സംഭവമൊക്കെ കണ്ടപ്പോൾ തന്നെ എൻ്റെ ഫുള്ള് അസുഖമൊക്കെ മാറി ഭയങ്കര ഒരു എനർജി വന്ന പോലെ ആയി കേട്ടോ രാവിലെ ആ ഒരു കിച്ചൺ കണ്ടപ്പോൾ തന്നെ. അപ്പോൾ ഈ ഒരു കുക്കർ ഞാനിപ്പോൾ കഴുകുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് ഞാൻ സൈഡിൽ ഇങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് നമ്മൾ സിങ്കിലിട്ട് കഴിഞ്ഞാൽ ഫുള്ളായിട്ട് ഇങ്ങനെ ഫില്ലായി നിൽക്കുമല്ലോ. അപ്പോൾ ഞാൻ സൈഡിൽ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ചോറ് വെച്ചിട്ടുള്ള കുക്കറായിരുന്നു കേട്ടോ. അപ്പം അതാളെ വിചാരം കഴുകിയിട്ടുണ്ടെന്ന് വിചാരിച്ചിട്ടാണ് തോന്നുന്നു. അത് കഴുകിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പം അതും പിന്നെ രാവിലെ ചായ ഉണ്ടാക്കിയ പാത്രങ്ങളും ഒക്കെ ഇതുപോലെ കഴുകി വെക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ പറഞ്ഞു വന്നത് അതാണ്, നമുക്ക് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇതുപോലെയൊക്കെ ഒന്ന് കിടപ്പിലായിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഒരാളെ ഹെൽപ്പ് ചെയ്യാനുണ്ടാകുമ്പോൾ എന്തുകൊണ്ടും ഒരു ഭാഗ്യം തന്നെയല്ലേ. അപ്പോൾ എന്നും അത് നിലനിർത്തി കൊടുക്കട്ടെ. അപ്പോൾ രാവിലത്തെ പാത്രങ്ങളും കാര്യങ്ങളൊക്കെ കഴുകൽ കഴിഞ്ഞിട്ട് ഇതാക്കുക സിങ്കും കാര്യങ്ങളൊക്കെ വേഗം തേച്ച് കഴുകി ഇടുകയാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ രാത്രി കിടക്കാൻ നേരത്ത് ചെയ്യുന്ന കാര്യങ്ങളാണ്. പക്ഷേ ഷാന പാത്രമൊക്കെ കഴുകി മേലെയൊക്കെ തുടച്ചു. പക്ഷേ സിങ്കൊന്നും അവളെ കൊണ്ട് കഴുകാൻ പറ്റില്ല കേട്ടോ. പറ്റില്ല എന്നല്ല, ആൾ ചെയ്യും. പിന്നെ എന്തോ ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഇപ്പോൾ അത്രയെങ്കിലും ചെയ്തല്ലോ, അതുതന്നെ വലിയൊരു കാര്യമല്ലേ. അപ്പം അതൊക്കെ കഴിഞ്ഞിട്ട് ഇതാ ഞാൻ വേഗം തന്നെ സിങ്കൊക്കെ നല്ല നീറ്റായിട്ട് തന്നെ കഴുകിയിട്ട് അപ്പോൾ നമുക്ക് ഈ പാത്രമൊക്കെ കഴുകി അവിടെയൊക്കെ ഒന്ന് കഴുകിയിടുമ്പോൾ തന്നെ നമുക്ക് കാണുമ്പോൾ ഒരു വല്ലാത്തൊരു തന്നെയല്ലേ അവിടെയൊക്കെ വൃത്തിക്ക് കിടക്കണ കാണുമ്പോൾ. പിന്നെ അതേപോലെ കൗണ്ടർ ടോപ്പിന് മേലെ കുറച്ച് പാത്രങ്ങളൊക്കെ ഇരുന്നിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്ത് വെച്ചിട്ട് വേഗം അവിടേക്കൊന്ന് തുടച്ചിട്ടു കേട്ടോ. പിന്നെ ഇതാ നമ്മുടെ ഐസൊക്കെ അതുപോലെ ഫില്ല് ചെയ്ത് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ചൂട് ഒന്ന് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ 2 ദിവസം മഴ കിട്ടിയത് കൊണ്ട് തന്നെ. അപ്പോൾ പിന്നെ നമുക്ക് തണുപ്പ് വെള്ളം വല്ലാതെ കണ്ട് വേണ്ട. എന്നാലും ഇപ്പോൾ ഇങ്ങനെ മിക്സാക്കി കുടിക്കണോണ്ട് തന്നെ തണുപ്പ് വെള്ളം
വെക്കണം എന്നുള്ള ഒരു നിർബന്ധമായിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇന്നിപ്പം എന്തായാലും മെയിൻ കടികളുടെ പരിപാടിക്കൊന്നും നിൽക്കുന്നില്ല. ഇതുപോലെ കലക്കി ചുടുന്ന അപ്പാണ് കേട്ടോ. നമ്മളവിടെയൊക്കെ ദോശ എന്ന് പറയും, ചിലവിടെ കലക്കിപ്പാരി എന്ന് പറയും, അങ്ങനെ പല വിധമാണല്ലോ. അപ്പം എന്തുകൊണ്ടും ഞാൻ അത്ര അങ്ങോട്ട് ഉഷാറായിട്ടില്ല. എന്നാലും ഞാൻ എന്നെ തന്നെ ഇങ്ങനെ ഉഷാറാക്കി എടുക്കുകയാണ് കേട്ടോ. കിടന്നു കഴിഞ്ഞാൽ നമുക്കതെന്തായാലും നടക്കൂല. താങ്ങാനുള്ളവർക്ക് തള്ളച്ച കൂടുമെന്ന് പറഞ്ഞ പോലെ നമ്മളിപ്പോൾ ആരും താങ്ങാനൊന്നുമില്ല. നമ്മൾ തന്നെ താങ്ങണം കേട്ടോ. അതുകൊണ്ട് അങ്ങനെയാണ്ട് കിടന്നാൽ ശരിയാവൂലല്ലോ. നമ്മളെ ഷാനേനെയും മിന്നുവിനെയും ഒക്കെ നോക്കേണ്ടതായിട്ടില്ലേ. അപ്പോൾ വേഗം രാവിലെ അങ്ങോട്ട് ഉള്ളൊരു എനർജിയൊക്കെ ഇങ്ങോട്ട് വരുത്തി തീർക്കുകയാണ് കേട്ടോ. ഒന്ന് കിടന്നാൽ കൊള്ളാമെന്നൊക്കെ ഉണ്ട്, പക്ഷേ കിടന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഇന്ന് എനിക്ക് പറ്റുന്നതായിട്ടുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് രാവിലെ നല്ലൊരു മൂഡോട് കൂടിയിട്ട് തന്നെയാണ് കേട്ടോ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇന്നലെ 1-ാം തീയതി അങ്ങനൊരു സംഭവമായിപ്പോയി. അപ്പോൾ 1-ാം തീയതി നമ്മുടെ ചീറ്റിപ്പോയിട്ടുണ്ട് കേട്ടോ, ഇങ്ങനെ വയ്യായികയും. അപ്പോൾ നല്ല ഉഷാറോട് കൂടി എഴുന്നേറ്റ് തന്നെയാണ്, പക്ഷെ പിന്നെ കാലത്ത് മുതൽ അങ്ങനെ അങ്ങോട്ട് പ്രശ്നമായി തുടങ്ങിയതാണ് കേട്ടോ. ഇപ്പോൾ പിന്നെ അൽഹംദുലില്ലാഹ് വല്ലാതെ കുഴപ്പമൊന്നുമില്ല. ഞാൻ ഈ ഒരു വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ വലിയ പ്രോബ്ലങ്ങളൊന്നുമില്ല, എന്നാലും ചെറുതായിട്ടില്ലായികയില്ല, അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് കൊട്ടി വിരിക്കാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ മിന്നു എൻ്റെ പിന്നാലെ തന്നെ ഉണ്ട്. ഇപ്പോൾ പിന്നെ ചൂടായതുകൊണ്ട് ഞാൻ മിന്നുവിന് ഇതുപോലെ കുപ്പായൊന്നും ഇട്ട് കൊടുക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഇതുപോലെ 2 ഷോർട്സ് വീഡിയോ ചെയ്തപ്പോൾ തന്നെ എനിക്കതിൻ്റെ മോണിറ്റൈസേഷനൊക്കെ എന്തോ ഒരു $10 ആയിട്ട് കയറിയിട്ടുണ്ടായിരുന്നു. അവർക്ക് ആഡ് കൊടുക്കാനായിട്ട് ബുദ്ധിമുട്ടുള്ള പോലെ കേട്ടോ. അപ്പം അതെനിക്ക് തോന്നിയിട്ടുള്ളത് മിന്നു ഇങ്ങനെ ഡ്രസ്സ് ഇടാതെ നടക്കുന്നത് കൊണ്ടായിരിക്കും. ഡ്രസ്സ് മീൻസ് അടിയിൽ പാൻറ്റീസ് ഉണ്ടാവും, പക്ഷെ മേൽക്കുപ്പായ ഇല്ലാത്തത് കൊണ്ട് എന്തോ ഒരു പ്രോബ്ലമൊക്കെ ഉണ്ട് തോന്നുന്നു, എന്തോ അറിയില്ല. അതുകൊണ്ട് മാക്സിമം ഞാൻ അവിടെ കാണിക്കാതിരിക്കാനാണ് നോക്കുന്നത് കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഹാളിലെ വാഷ് ബേസും പിന്നെ ഒരു മിററിൻ്റെ സൈഡൊക്കെ ഒന്ന് കഴുകിയിടാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ കുറേ ദിവസം കഴുകാതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ മേലെ ഇങ്ങനെ ഒരു വെള്ള കുത്തു പോലെ വരും കേട്ടോ. അപ്പോൾ നമുക്ക് കാണുമ്പോൾ തന്നെ ഒരു വൃത്തികേടുണ്ടാവും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എഴുന്നേറ്റപ്പാട് വേഗം ആ ഒരു ഏരിയ കഴുകിയിടാമെന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ ഈ ഒരു നമ്മുടെ അകത്തുള്ള ഈ വാഷ് ബേസൊക്കെ ഇങ്ങനെ ചില സമയത്ത് സ്മെല്ലും കാര്യങ്ങളൊക്കെ വരാൻ തുടങ്ങും കേട്ടോ. അപ്പോൾ അതെന്താണെന്ന് ചോദിച്ചാൽ കിച്ചണിലെ ബേസിനിൽ നമ്മളിതുപോലെ ചോറ് വറക്കുമ്പോഴും അല്ലെങ്കിൽ നമ്മളെ ചായയൊക്കെ തണുപ്പിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ചൂടുവെള്ളമൊക്കെ നമ്മൾ ആ ഒരു ബേസിനിൽ ഒഴിക്കും. ഈ ഹാളിലോട്ട് അങ്ങനെ ചൂടുവെള്ളവും കാര്യങ്ങളൊന്നും വരുന്നില്ലല്ലോ. അപ്പോൾ ഞാനിപ്പോൾ ചെയ്യുന്നത് എന്താ വെച്ചാൽ രാവിലെ എഴുന്നേറ്റിട്ട് ഞങ്ങൾക്ക് ചായ ഉണ്ടാക്കുമ്പോൾ ഞങ്ങൾ എന്തായാലും അത് തണുപ്പിച്ച് കുടിക്കും. അപ്പോൾ ഒരു പാത്രത്തിൽ വെള്ളം വെച്ച് അതിലോട്ട് ഇറക്കി വെച്ചിട്ടാണ് കേട്ടോ ചായ ചൂടാക്കാറ്. അപ്പം ആ ഒരു ചൂടുവെള്ളം കൊടുന്നിട്ട് ഈ ഒരു വാഷ് ബേസിൽ ഒഴിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഡെയിലി ഇപ്പോൾ 2-3 വട്ടം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തപ്പോൾ വലിയൊരു സ്മെല്ലും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ പിന്നെ ഞാനും വിചാരിച്ചു ഇത് വലിയ ചിലവുള്ള പരിപാടിയൊന്നും അല്ലല്ലോ, എന്നും ഇത് തന്നെ തുടരാമെന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ അങ്ങനെ ചെറിയൊരു ചൂടുവെള്ളം കൊടുന്നിട്ട് ഈ ഒരു വാഷ് ബേസിൽ ഒഴിച്ചു കൊടുക്കും. നമുക്ക് ഒഴിക്കാനായിട്ട് ആ ഒരു വെള്ളം ചൂടാക്കി എടുക്കേണ്ട, ഗ്യാസ് കളയണ്ടല്ലോ. ഇങ്ങനെ ഒരു ഇടയ്ക്ക് ചൂടുവെള്ളമൊക്കെ നമ്മളെ അടുക്കളയിൽ ഉണ്ടാകുമ്പോൾ അത് കൊടുന്നിട്ട് അങ്ങനെ ഒഴിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുന്നതാണ് കേട്ടോ. പിന്നെ നിങ്ങളിൽ ആർക്കെങ്കിലും ഉണ്ടോ ഇത്തരം സ്വഭാവം? അപ്പോൾ എനിക്കുണ്ട്. എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഹാളിലായാലും അതേപോലെ റൂമിലായാലും കട്ടിൽ തിരിച്ചിടുക, ടേബിൾ തിരിച്ചിടുക, എനിക്കിങ്ങനെ ആ ഒരു സ്ഥാനങ്ങളൊക്കെ ഇങ്ങനെ മാറ്റി മാറ്റി കളിക്കണം. എന്നിട്ട് അതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് കാണുമ്പോൾ നമ്മളെ വീടൊക്കെ ഒന്ന് മാറി പുതിയ ലുക്കൊക്കെ വന്ന പോലെ ഫീൽ ചെയ്യും കേട്ടോ. അപ്പം അതിങ്ങനെ ഞാനിങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തും കൊണ്ടേയിരിക്കും കേട്ടോ. അപ്പം ആ ഒരു ടേബിൾ ഇപ്പം അങ്ങനെ ഇട്ടിട്ടുണ്ട്. ഇനി കുറച്ച് ദിവസം കഴിഞ്ഞാൽ നിങ്ങൾ വേറൊരു മോഡലിലേക്കും കാണുന്നുണ്ടാവും കേട്ടോ. അപ്പം അതൊക്കെ ഇടയ്ക്ക് എനിക്ക് വരുന്ന ഒരു തരം സൈക്കോ സ്വഭാവം എന്നൊക്കെ പറയാം. അങ്ങനെയല്ല തോന്നുന്നു, നമുക്കൊരു എന്തോ ഒരു വീട് പുതിയതായിട്ട് മാറിയതുപോലെയൊക്കെ തോന്നും കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാനൊരു TV യൂണിറ്റിൻ്റെ ഏരിയ എപ്പോൾ തുടച്ച് കഴിഞ്ഞാലും ഒരു 1 വീക്ക് അല്ലെങ്കിൽ 2 വീക്കിനുള്ളിൽ വീണ്ടും ഇതിലോട്ട് പൊടി കയറും കേട്ടോ. അപ്പോൾ നമുക്കാണെങ്കിലോ ഈ ഒരു കൂട് ഇങ്ങനെ ഒരുപാടുള്ള കാരണം തന്നെ ക്ലീൻ ചെയ്യാനും നല്ല ബുദ്ധിമുട്ടാണ്. പിന്നെ ഇതുപോലെ ഇങ്ങനെ ഓരോരോ പ്ലാന്റുകളൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ എടുത്ത് ഇതുപോലെ വാഷ് ചെയ്ത് അതിൻ്റെ ഉള്ളിൽ എന്താ പറയുക തുടച്ചെടുക്കലൊക്കെ ഭയങ്കര ടാസ്ക്കാണ് കേട്ടോ. എന്നാലാണെങ്കിലോ നമ്മളത് ക്ലീൻ ചെയ്ത് എടുത്ത് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടൊരു വൃത്തിയും ഭംഗിയൊക്കെയാണ് കേട്ടോ അവിടേക്ക് കാണുമ്പോൾ തന്നെ. അപ്പോൾ ഒരു വൈറ്റ് ആ ഒരു കൂടിൻ്റെ ഉള്ളിൽ വൈറ്റ് കളറായതുകൊണ്ട് തന്നെ വേഗം പൊടി പിടിച്ചാലൊക്കെ വേഗം അറിയും കേട്ടോ. പിന്നെ അതിൻ്റെ ഉള്ളിൽ ഫുള്ളായിട്ട് നമ്മൾ LED ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ LED ഓൺ ചെയ്ത് കഴിഞ്ഞാൽ
ശരിക്ക് അതിലെ പൊടിയൊക്കെ വേറെ തന്നെ അറിയാം. ഇങ്ങനെ മാറാലയൊക്കെ വന്നിട്ട് ഇങ്ങനെ തൂങ്ങിയാടുന്നതൊക്കെ ഇങ്ങനെ ലൈറ്റിൽ കാണാം കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു വൃത്തികേട് കാണണമെങ്കിൽ നമ്മൾ സത്യത്തിൽ ആ ലൈറ്റ് ഇട്ട് നോക്കിയാൽ അറിയാൻ പറ്റും. പിന്നെ അതേപോലെ തന്നെ അതിൻ്റെ ഉള്ളിലൊക്കെ പൊടി പിടിച്ചാലും വേഗം അറിയും കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഇതായൊരു ടി വിൻ്റെ ബാക്ക് സൈഡും ആ ഒരു ഭാഗമൊക്കെ ഇതുപോലെ ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ മുന്നത്തെ വീഡിയോസിലൊക്കെ പറയാറുണ്ട്, ഞാനിങ്ങനെ മുഴുവനായിട്ട് ഇങ്ങനെ ഒരു ദിവസം തന്നെ എല്ലാ വർക്കും ഇങ്ങനെ ചെയ്യില്ല കേട്ടോ. ഇങ്ങനെ ഘട്ടം ഘട്ടമായിട്ട് ഇങ്ങനെ തിരിക്കും, എന്നിട്ട് ഓരോ ഭാഗം അങ്ങനെ ക്ലീൻ ചെയ്തിട്ട് വരികയാണ് ചെയ്യും. കാരണം നമുക്ക് ഈ ഒരു ക്ലീനിങ് മാത്രമല്ല വീട്ടിലുണ്ടാവുക, കുക്കിംഗ് ഉണ്ടാവും, വേറെ നമ്മുടെ കുട്ടികളുടെ കാര്യങ്ങൾ നോക്കേണ്ടതുണ്ടാവും, വേറെ പല കാര്യങ്ങളും അതിൻ്റെ ഇടയിൽ വരുന്നുണ്ട്. ചിലപ്പോൾ നമുക്ക് വിരുന്ന് പോകേണ്ടതുണ്ടാവും, അല്ലെങ്കിൽ പുറത്തെന്തെങ്കിലും അത്യാവശ്യത്തിന് പോകേണ്ടതായിട്ടുണ്ടാവും. അപ്പം എല്ലാതും കൂടെ വരുന്നതുകൊണ്ട് തന്നെ ഇങ്ങനെ കുറച്ചായിട്ട് എന്ന് വെച്ചാൽ നമ്മളൊരു വർഷത്തിൽ ഓരോ ഭാഗം ഇങ്ങനെ ക്ലീൻ ചെയ്ത് റൗണ്ട് ചെയ്ത് വരുന്നുണ്ടെന്ന് അർത്ഥം. നമ്മളൊരിക്കലും ഫ്രീ ആയിട്ട് ഇരിക്കുന്നില്ല കേട്ടോ. നമ്മൾ ഈ വീട്ടുജോലി എന്ന് പറയുന്നത് അങ്ങനെ തരം താഴ്ത്തി കാണേണ്ട ഒരു ജോലിയൊന്നല്ല കേട്ടോ. നമുക്ക് എത്ര ജോലി എടുത്താലും ആ ഒരു ജോലിക്ക് ശമ്പളവും ഇല്ല. അതേപോലെ തന്നെ നമ്മൾ എത്ര എടുത്താലും കാണാത്തൊരു പണിയാണ് ഈ വീട്ടുജോലി എന്ന് പറയുന്നത് കേട്ടോ. അത് നമുക്ക് എപ്പോഴും ഉണ്ടാവും. നമ്മളിപ്പോൾ ഒരു ഓഫീസിൽ പോയി വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ കാലത്ത് പോയി വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ അതവിടെ തീർന്നു. പക്ഷെ നമ്മളെ വീട്ടിലെ കാര്യങ്ങൾ അങ്ങനെയല്ല കേട്ടോ. നമുക്കിങ്ങനെ എപ്പോഴും വർക്കുകൾ ഉണ്ടായിക്കൊണ്ടേ കിടക്കണം. റൂം വൃത്തിയാക്കല് ഒക്കെ കംപ്ലീറ്റ് ആയി പറഞ്ഞു. പക്ഷെ ഇതെന്താണ്? അല്ല, ഇതിപ്പോ ഞാൻ കൊടുത്തിട്ടോ. പക്ഷെ അതിന്റെ അടിയിലുള്ള ആ റെഡ് കളറൊക്കെ മുന്നേ ഉണ്ടായിരുന്നതാണ് കേട്ടോ. ആണ് ഇത് അത് വലിച്ചിടാൻ കാരണമുണ്ട്. കള്ളപ്പണി കാട്ടിയൊക്കെയാണ്. മറ്റേ ഇതിന്റെ ഉള്ളില് ചുരുട്ടി കൂട്ടി കൊണ്ടിട്ട് തിരികെ വെച്ചേക്ക. വേണ്ട, അതൊന്നും വെച്ചാൽ ശരിയല്ല. അതൊക്കെ റോളായിട്ടില്ല. എന്ത് മിന്നുന്റെ എത്ര അളവ്? 60യോ? ഓക്കെ. അപ്പം അതും കൂടെ ഒന്ന് കംപ്ലീറ്റ് ചെയ്യേ. അതും കൂടെ കംപ്ലീറ്റ് ചെയ്താലാണ് ആവുള്ളൂ. വാ, ചായ കുടിക്കാൻ വാ. മിന്നുവിനെ കാണിക്കാൻ പറ്റില്ല, ഡ്രസ്സ് ഇട്ടിട്ടില്ല. മിന്നുവിനെ കാണിച്ചോടത്തോളം എനിക്ക് വീഡിയോയിൽ പണി കിട്ടിയിട്ടുണ്ട്. കൊട പിടിച്ച് നടക്കാൻ പോവോ മിന്നു? കണുകുത്തിയോ? മുടി വെട്ടണ്ടേ? മുടഞ്ഞിട്ടും ചുരുണ്ടിട്ടൊന്നും ഇല്ലല്ലോ, ഇപ്പൊ സ്ട്രൈറ്റ് അല്ലേ? നോക്കാം. അത്ര ഒന്നുമില്ല. അപ്പൊ പിന്നെ മുടി പിന്നെ വളരാതെ പോവും. ഞാൻ നോക്കട്ടെ. അത് കറക്റ്റ് എവിടെ വെച്ചിട്ടാണോ ഒപ്പം കിട്ടണം അവിടെ വെച്ച് കട്ട് ചെയ്യും. വെറുതെ നമ്മള് മുടി ഇല്ലാതെ കുറെ ആൾക്കാര്, നമുക്ക് മുടി ഉണ്ടായിട്ട് അഹങ്കാരം. അങ്ങനെയല്ല, അത് കുറച്ചിങ്ങനെ തലപ്പതായിട്ടുണ്ട്. അത്രയും നീളം വരുമ്പോ നമുക്ക് നോക്കാൻ പറ്റില്ലാന്ന്. അതിനുള്ള പരിഹാരം ഞാൻ ആക്കിത്തരാം. ബാക്കിക്കോ. പിന്നെ അങ്ങനെ ഞങ്ങൾ രണ്ടാളും കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഷാന കഴിക്കുന്നത് മാത്രമേ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അതിന് മുന്നേ തന്നെ ഞാൻ കഴിച്ചിട്ട് എഴുന്നേറ്റുണ്ടായിരുന്നു. മിന്നൂസിനും ഞാൻ അങ്ങനെ വാരി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഷാന കുറച്ച് നേരം ഇങ്ങനെ ഇരുന്ന് സാവകാശം ആസ്വദിച്ച് ഒക്കെ കഴിച്ച് എഴുന്നേൽക്കുമ്പോഴേക്കിനും ഒരു സമയമാവും കേട്ടോ. അപ്പോൾ ഞാൻ വേഗം മിന്നൂസിനും കൊടുത്തു, ഞാനും കഴിച്ചിട്ട് അങ്ങനെ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ബാക്കി പരിപാടികൾ ഇനിയും ഉണ്ടല്ലോ, കഴിഞ്ഞിട്ടില്ലല്ലോ. ഇതുപോലെ ചെറിയ പണികളൊക്കെ ഞാനായിട്ട് തന്നെ കണ്ടെത്തിയെടുക്കും, എന്നിട്ട് അതങ്ങോട്ട് ചെയ്യും. അപ്പോൾ ജനലിൻ്റെ സൈഡും ടേബിളും ഒക്കെ അങ്ങനെ തുടച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് കിച്ചണിലോട്ട് പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് മീൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും വേഗം ചോറിനുള്ള അരിയൊക്കെ കഴുകിയിട്ട് വേഗം ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുക്കറിൽ കറിയുള്ള കാരണം ഇത്തിരി മടിയായിട്ടുണ്ട് കേട്ടോ. അതിൽ ഇത്തിരി കറിയേ ഉള്ളൂ. പക്ഷേ എന്തായാലും എനിക്കത് കഴുകി ഒക്കെ സെറ്റാക്കി വെക്കാനുള്ള എന്താ പറയുക, ഒരു താല്പര്യം ഇല്ലാത്തതുകൊണ്ട് വേഗം തന്നെ ഇഡ്ഡലി ചെമ്പിലാണ് കേട്ടോ ഞാനിന്ന് ചോറ് വെച്ചിട്ടുള്ളത്. അപ്പം അതൊക്കെ വേഗം അങ്ങനെ കുക്ക് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടേതായ ഒരു ഏരിയയിൽ ടവൽ വേഗം മാറ്റി കൊടുക്കും കേട്ടോ. ഒരു 2 ദിവസം അതിലേറെ ഇടാറില്ല കേട്ടോ. പിന്നെ ഇതുപോലെ ഈ ഒരു സാധനം ഞാൻ ഷാനാക്ക് മദ്രസയത്തെ ബുക്ക് വാങ്ങാൻ പോയപ്പോൾ
അവിടെ ഉണ്ടായിരുന്നതാണ് കേട്ടോ. നമ്മളൊരു മദ്രസയിലത്തെ ബുക്ക് അതേപോലെ ബാഗ് കാര്യങ്ങളൊക്കെ വിൽക്കുന്ന ഒരു ഷോപ്പാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഈ ഒരു ഇട്ട് കൊടുക്കുന്ന ആ ഒരു പൊടി മിക്സ് ഉണ്ടല്ലോ, അത് ഇക്കാക്ക് അവിടുന്ന് നോമ്പിനെന്തോ ഒരു സമയത്തൊരു കിറ്റ് കിട്ടിയപ്പോൾ അതിലുണ്ടായിരുന്നതാണ് പറഞ്ഞു കേട്ടോ. അപ്പോൾ ആ ഒരു പൊടി ഇട്ട് കൊടുത്തിട്ട് ഇത് ജസ്റ്റ് ഒന്ന് പ്ലഗിൽ ഓണാക്കി കൊടുത്താൽ മതി, നല്ല സ്മെല്ലും കാര്യങ്ങളും ഉണ്ടാവും കേട്ടോ. ആ ഒരു ബൗൾ സത്യത്തിൽ ലൈറ്റൊക്കെ കത്തും കേട്ടോ. കുറേ കഴിഞ്ഞപ്പോൾ പിന്നെ അതിൻ്റെ ലൈറ്റൊന്നും കത്താതെയായി കേട്ടോ. അങ്ങനെ ഇതാ ഷാനാൻ്റെ മുടിയൊക്കെ വെട്ടാനായിട്ട് നിന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറേ ദിവസമായി ഒന്ന് കയറ്റി വെട്ടിക്കാട്ടും വെച്ചി, ഒന്ന് കയറ്റി വെട്ടിക്കാട്ടും വെച്ചി എന്ന് പറയണു. എന്നാൽ പിന്നെ അതങ്ങോട്ട് തീർത്ത് കൊടുക്കാമല്ലോ പറഞ്ഞിട്ട് ഷോൾഡറിൻ്റെ കുറച്ച് താഴെ വെച്ചാൽ മതി, അത്രയും കട്ട് ചെയ്യണം എന്നാണ് പറഞ്ഞത്. പക്ഷേ എനിക്ക് ആ കട്ട് ചെയ്യണതിനോടൊരു താല്പര്യം തോന്നണ്ടേ, അതുകൊണ്ട് ഞാനിതാ ഇത്ര വെച്ചിട്ട് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കാരണം എനിക്ക് തോന്നുന്നു ഒരുപാടധികം കയറ്റി കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഒരു കറക്റ്റ് ഒരു എത്തിക്കഴിഞ്ഞാൽ പിന്നെ വളരൂലെന്നോ അങ്ങനെ എന്തോ ഒരു ഇതുണ്ട് തോന്നുന്നു, അറിയില്ല. അങ്ങനൊരു കേട്ട അറിവ് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പം ഞാനിതാ എനിക്ക് അത്ര കണ്ട് കയറ്റി മുറിക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ ഇത്രയും ആക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതും ആൾക്ക് വലിയ കുഴപ്പമില്ല. ഇന്ന് ഫുള്ള് മുടിയാട്ടലായിരുന്നു കേട്ടോ പണി. ഇന്ന് വെട്ടിക്കൊടുത്ത് അന്നേരം മുതൽ നല്ല ഭംഗിയുണ്ട് ഇപ്പം ഇഷ്ടമായി. ഇപ്പോൾ എന്താ പറയുക, കുറച്ച് നീളം വെച്ച് കഴിഞ്ഞാൽ മുടി ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ നല്ല ബുദ്ധിമുട്ടാണ് കേട്ടോ. എൻ്റെ കാര്യത്തിൽ അങ്ങനെ തന്നെയാണ്. ഇപ്പം എൻ്റെ മുടി ഞാൻ തന്നെ സ്വയം വെട്ടാറാണ് കേട്ടോ. ഇപ്പോഴും അത്യാവശ്യം വലുതായിട്ടുണ്ട്. ഇത്രയും വെട്ടിയിട്ട് പോരാന്നല്ലേ? നോക്കട്ടെ, കയ്യിൽ മുടിയൊന്ന് കാണിച്ച അത് കൊടുക്ക്. ഉണ്ടോ ഇത്ര മുടിയാ നോക്ക്. എന്നിട്ട് വെട്ടിക്കഴിഞ്ഞപ്പോൾ അയ്യോ ഇത്ര മുടി ഉണ്ടായിരുന്നോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അത് വെറും അഭിനയം മാത്രമാണ് കേട്ടോ. കുറച്ചും കൂടെ കയറ്റി വെട്ടിക്കഴിഞ്ഞാൽ അത്രയും നല്ലത് പറഞ്ഞിട്ടാണ് കേട്ടോ നടക്കുന്നത്. കണ്ടോ, അപ്പോൾ അവളുടെ സൈഡിൽ ഇത്ര വരെ ഉണ്ടായിരുന്ന മുടി ഞാനിപ്പോൾ ഇത്ര കട്ട് ചെയ്തു എന്നൊക്കെ പറയണം. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ റൂമിൽ ഇതാ റൂം ഫ്രഷ്നറൊക്കെ അടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഇടയ്ക്ക് ഇങ്ങനെ ഒരു അസുഖമൊക്കെ ഉണ്ട്, പക്ഷേ ഇടയ്ക്ക് ഇതൊന്നും നോക്കാറില്ല കേട്ടോ. നമ്മുടെ വീട്ടിൽ ഗസ്റ്റ് കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് ഇതൊന്നും ഓർമ്മ ഉണ്ടാവില്ല കേട്ടോ. അല്ലാത്തപ്പോൾ ഇങ്ങനെ 2 റൂമിലും റൂം ഫ്രഷ്നറൊക്കെ അടിച്ച് നീറ്റാക്കിയൊക്കെ വെക്കും കേട്ടോ. അതങ്ങനെയാണല്ലോ, നമ്മൾ എത്ര നീറ്റാക്കി വെച്ച് കഴിഞ്ഞാലും അന്നൊന്നും ആരും വരില്ല. ഒന്ന് ഇത്തിരി നമ്മൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ ശ്രദ്ധ മാറി ഒന്ന് ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വീട് ഇത്തിരി അലങ്കോലായി കിടന്ന് കഴിഞ്ഞാൽ നമുക്ക് ഗസ്റ്റും കാര്യങ്ങളൊക്കെ പ്രതീക്ഷിക്കാതെ വരുമല്ലോ. അപ്പം അതൊക്കെ പറഞ്ഞു വന്നപ്പോഴേക്കും നമ്മുടെ ചോറൊക്കെ ഇതാ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പം പുളി ഒന്ന് വെള്ളത്തിലിട്ട് വെക്കണം. പിന്നെ എന്നൊരു ട്വിസ്റ്റ് ഉണ്ടായിട്ടോ. കാരണം ഞാൻ എന്നും പറയാറുള്ളതിനേക്കാളും കുറച്ച് നേരം വൈകിയിട്ടല്ല കേട്ടോ, ഒരു നേരത്തെ തന്നെയാണ്. ഞാൻ മീനൊക്കെ ഇങ്ങനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ ഓക്കെ എന്നും പറഞ്ഞു കേട്ടോ. പിന്നെ 10:30 ആയിട്ടും മീനൊന്നും കാണാതായപ്പോൾ തിരിച്ച് വിളിച്ച് നോക്കുമ്പോൾ സത്യത്തിൽ അവരത് മറന്നേക്കുന്നു കേട്ടോ. എന്നിട്ട് ഞാൻ പറഞ്ഞത് മത്തിയായിരുന്നു, മത്തി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് വേറെ ഇതേപോലെ നെത്തൾ കൊണ്ടുവരാൻ പറഞ്ഞപ്പോൾ പിന്നെ അതാണ് കൊണ്ടുവന്നത് കേട്ടോ. പിന്നെ കൂന്തലുണ്ടായിരുന്നു. കൂന്തലുണ്ടെങ്കിലും ഇതുപോലെ ചെമ്മീൻ പോലെ തന്നെ ചാടി കയറാക്കുന്നുണ്ട്. പക്ഷേ ചെറുതാണ് പറഞ്ഞുകൊണ്ട് എനിക്ക് അങ്ങോട്ട് വലിയ താല്പര്യമായിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അതുകൊണ്ട് പിന്നെ അങ്ങനെ വിട്ടു, കൂന്തൽ വേണ്ട ചെമ്മീൻ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ആളുടെ വിചാരം ഞാൻ ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ കറക്റ്റ് ആ സമയത്ത് റെക്കോർഡ് കൊടുക്കുന്നുണ്ട് എന്നാണ് കേട്ടോ. പിന്നെ ഞാൻ വോയിസ് ഓവർ കൊടുക്കുക എന്നുള്ളത് ആളത്ര ചിന്തിച്ചിട്ടില്ല. അപ്പം നല്ല ഭംഗിയുണ്ട് മുടി എന്ന് പറഞ്ഞ് കിടന്ന് ആട്ടിക്കളിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു മടക്കി വെക്കുന്നത് അല്ലെങ്കിൽ എടുത്ത് അറേഞ്ച് ചെയ്ത് വെക്കുന്ന ഡ്രസ്സ് ഏതാണെന്ന് ചോദിച്ചാൽ, ഇക്കാൻ്റെ വീട്ടിൽ അന്ന് ബാഗും കൊണ്ട് പോയിട്ട് തിരിച്ച് വന്നിട്ട് അതങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, ഡ്രസ്സും കാര്യങ്ങളൊക്കെ. കാരണം വീട്ടിലാണല്ലോ നമുക്ക് ഇടാൻ വേറെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഈ ഒരു ബാഗ് സത്യത്തിൽ തിരിഞ്ഞു നോക്കിയിട്ടില്ല കേട്ടോ. കുറേ ദിവസമായത് ആ കസേരയിൽ ഇങ്ങനെ റൂമിൽ ഇങ്ങനെ ഒരു മൂലയിൽ ഇരിക്കുന്നത് കേട്ടോ. അപ്പം അതൊക്കെ എടുത്തിട്ട് ഒന്നിതാ ഇതുപോലെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ പുറത്തെടുത്തു, ബാഗ് കാലിയാക്കി മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. എൻ്റെ ഒരു ഇത് പ്രകാരം നോക്കുകയെന്നുണ്ടെങ്കിൽ, ജാതകം നോക്കുകയാണെങ്കിൽ ഈ ഒരു ബാഗ് ഞാൻ എപ്പോൾ കാലിയാക്കുന്നോ അതിൻ്റെ ഒരു 2-3 ദിവസത്തിനുള്ളിൽ എനിക്ക് നെക്സ്റ്റ് യാത്ര പുറപ്പെടാനായിട്ടുണ്ടാവും. അതാണ്. അപ്പോൾ എന്തായാലും ഇന്ന് ഞാൻ ആ ഒരു ബാഗൊക്കെ കാലിയാക്കിയിട്ടുണ്ട്. ഇൻഷാ അള്ളാ നമുക്ക് വരുന്ന വ്യാഴാഴ്ച ഒരു കല്യാണം ഉണ്ട് കേട്ടോ. അനിയത്ര വീട്ടിലാണ് കല്യാണം. അപ്പം ഇൻഷാ അള്ളാ ബുധനാഴ്ച മദ്രസൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടുന്ന് പോകും. വ്യാഴാഴ്ചയാണ് കല്യാണം. അന്നത്തെ ഒരു മദ്രസ ലീവായിരിക്കും കേട്ടോ. അപ്പം പിന്നെ പിറ്റേന്ന് വെള്ളിയാഴ്ചയാണല്ലോ, അപ്പോൾ വലിയ സീനില്ല. അപ്പോൾ ഇതാ ഞാൻ ടേബിളിൻ്റെ കാര്യം പറഞ്ഞു വന്ന പോലെ തന്നെ റൂമിലിതാ ഇപ്പോൾ ഒരു അലമാര ഒന്ന് തിരിച്ചിടാനായിട്ടുള്ള ഒരു കാര്യമായിട്ടുള്ള
പരിപാടിയിലാണ് കേട്ടോ. അതിൻ്റെ ഫുള്ള് ഡ്രസ്സും കാര്യങ്ങളാണ്. അത്യാവശ്യം വെയിറ്റ് ഉണ്ട്. പിന്നെ താഴെ ഞാൻ ഈ കാർഡ്ബോർഡ് വെച്ചിട്ട് കാലിൻ്റെ അവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തള്ളുമ്പോൾ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. പിന്നെ തറയിൽ സ്ക്രാച്ച് കാര്യങ്ങളൊന്നും വീഴില്ല കേട്ടോ. അപ്പോൾ ഇപ്പോൾ മിന്നു പകലായാലും രാത്രിയായാലും ഒന്നും തൊട്ടിയിൽ കിടക്കുന്നില്ല. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ കമ്പിയൊക്കെ എടുത്ത് മുകളിലോട്ട് വെച്ചു കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ മീനൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പം അതൊക്കെ ഒന്ന് വെള്ളമൊഴിച്ച് മാറ്റി വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ നെത്തൾ പൊരിച്ചിട്ടില്ല കേട്ടോ. പൊരിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഷാനാക്കൊന്നും അങ്ങനെ പറ്റൂല, കാരണം അവൾക്ക് മുള്ളുണ്ട് പറയും. അതുകൊണ്ട് പിന്നെ പൊരിക്കാൻ എടുത്തിട്ടില്ല. പകുതി ഇതുപോലെ എടുത്തിട്ട് ബാക്കി പകുതി ഫ്രീസറിലോട്ട് മാറ്റാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് നമ്മൾ ഫ്രീസറിൽ വെക്കുകയാണെങ്കിൽ മീൻ ഇങ്ങനെ ഫ്രഷായിട്ടിരിക്കുന്നു. എവിടെയോ എന്തോ ഒരു കേട്ടുകേൾവി പ്രകാരം ഞാനും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. വെള്ളം ഒഴിച്ചിട്ട് ഫ്രീസറിൽ അടച്ചു വെച്ചിരിക്കാൻ കേട്ടോ. എന്താവോ എന്തോ അങ്ങനെ പറയണ കേട്ടിട്ടുണ്ട്. അതുപോലെ റീൽസിലൊക്കെ അങ്ങനെ കണ്ടിട്ടുണ്ട് കേട്ടോ, മീൻ ഇങ്ങനെ ഫ്രഷ് ആയിരിക്കും എന്നുള്ളത്. അപ്പോൾ ഇതുപോലെ വെള്ളം ഒഴിച്ച് വെച്ചാൽ മതി. നിങ്ങളും അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ. പിന്നെ നെത്തളൊക്കെ വേഗം ക്ലീൻ ചെയ്യണം കേട്ടോ. അത് പിന്നെ വലിയ പരിപാടിയില്ല. തല എടുക്കുക, അതിൻ്റെ ഒപ്പം തന്നെ അതിൻ്റെ വയറിൻ്റെ അവിടെയുള്ള ആ ഒരു വേസ്റ്റും കാര്യങ്ങളും, പിന്നെ അതിനോടൊപ്പം തന്നെ നമ്മുടെ ആ ഒരു വാലും കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ നെത്തൾ എന്താ പറയുക, ക്ലീൻ ചെയ്യേണ്ട പരിപാടികളൊക്കെ അങ്ങനെ കഴിയുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു സമയം മിന്നും ഷാനയൊക്കെ അവിടെ ഹാളിലുണ്ട്. ഇടയ്ക്ക് ഇങ്ങനെ മിന്നു കിച്ചണിലോട്ടൊക്കെ ഇങ്ങനെ വരും, പിന്നെ അങ്ങോട്ട് പോകും. ഇന്നിപ്പോൾ പകലൊന്നും വലിയ ഒരു വാശിയും കാര്യങ്ങളൊന്നും ആൾക്ക് ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇടയ്ക്ക് ഇങ്ങനെ നമ്മൾ എന്ത് വീഡിയോ എടുക്കുമ്പോഴായാലും എന്താണെങ്കിലും ഇടയിൽ വന്നിട്ടൊരു വിക്രസ് കാണിക്കലൊക്കെ ഉണ്ട്. ഇന്നാൾ ഭയങ്കര സൈലൻ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ അത് മീൻ്റെ നന്നാക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അതവിടെ കഴുകി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അതിലോട്ടുള്ള തക്കാളിയും പച്ചമുളകും പിന്നെ കുറച്ച് കറിവേപ്പിലയും മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. എൻ്റെ മീൻ കറി പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. ഞാൻ അധികം ഐറ്റംസുകളൊന്നും ചേർക്കാറില്ല. അപ്പം അതിനിടയിലാണ് നമ്മുടെ എണ്ണയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എണ്ണയൊക്കെ വേഗം ഇതുപോലെ പൊട്ടിച്ചൊഴിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ആ ഒരു പാക്കറ്റ് ഇങ്ങനെ കുത്തി നിർത്തിയിട്ടുണ്ട്. അതെല്ലാവരും ചെയ്യുന്ന പരിപാടി തന്നെയാണല്ലേ. അപ്പോൾ ഞാൻ മൺചട്ടിയിലാണ് കേട്ടോ മീൻ കറി വെക്കുന്നത്. അപ്പോൾ ഉള്ളി ആഡ് ചെയ്തിട്ടില്ല കേട്ടോ. തക്കാളി, പച്ചമുളക്, കറിവേപ്പില ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് അടച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് വഴന്ന് വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് ഇതിൻ്റെ ഇടയിലൊന്നും നമ്മൾ വെറുതെ ഇരിക്കാൻ പാടില്ല കേട്ടോ. കിട്ടുന്ന ജോലി അപ്പക്കപ്പം ചെയ്ത് തീർത്തിട്ട് വേഗം കിച്ചണിൽ നിന്ന് ഔട്ടാവാൻ നോക്കുക കേട്ടോ. കാരണം പിന്നെ ഇത് പറഞ്ഞ പോലെ 24 ഹവേഴ്സും കിച്ചണിൽ നിന്ന് തിരിയേണ്ട ആ ഒരു ഇത് വരാൻ പാടില്ലല്ലോ. അപ്പം അതവിടെ കുക്കായി വരുമ്പോഴേക്കും ഞാനിതാ കറി താളിക്കാനുള്ള ഉള്ളിയും കാര്യങ്ങളൊക്കെ വേഗം കട്ട് ചെയ്ത് വെച്ചു കേട്ടോ. ഈ ഒരു സമയമൊന്നും നമ്മൾ ഇരിക്കാൻ പാടില്ല. ഇരുന്ന് കഴിഞ്ഞാൽ പോയി, അതാണ് അവസ്ഥ. അപ്പം അതൊക്കെ കഴിഞ്ഞിട്ട് നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പുളിവെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ സമയത്ത് ഇതുപോലെ മാങ്ങ അതേപോലെ കുടംപുളി ഒക്കെ ആഡ് ചെയ്യുന്നവരുണ്ടാവൂലേ. അപ്പോൾ നമ്മൾ എന്തായാലും പുളിയാണ് ഇപ്പോൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പം അതും ആഡ് ചെയ്ത് കൊടുത്തു. പിന്നെ അതിലോട്ട് ഒരു സ്പൂണ് മാത്രം മുളക് പൊടി കേട്ടോ. എരിവ് ഇവിടെ അങ്ങനെ കൂട്ടാറില്ല. പിന്നെ ഞാൻ ഈ കളറിന് വേണ്ടിയിട്ട് കാശ്മീരി ചില്ലി പൗഡറാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതൊരു 1-2 സ്പൂണൊക്കെ അഡീഷണലായിട്ട് ആഡ് ചെയ്ത് കൊടുക്കും. പിന്നെ മഞ്ഞൾപ്പൊടി, പിന്നെ അത് കഴിഞ്ഞിട്ട് മല്ലിപ്പൊടി എങ്ങനെയാ വെച്ചാൽ മുളക് പൊടി ഞാൻ കാശ്മീരി ചില്ലും നോർമൽ മുളക് പൊടിയും എത്രയാണോ എടുത്തത്. ഇപ്പോൾ 2 സ്പൂണാണെങ്കിൽ മല്ലിപ്പൊടി 3. ഇനി മുളക് പൊടി 3 സ്പൂണാണെങ്കിൽ മല്ലിപ്പൊടി 4 സ്പൂൺ. അങ്ങനെ 1 സ്പൂണ് കൂടുതൽ മല്ലിപ്പൊടി ഇട്ടു കേട്ടോ. പിന്നെ കുറച്ച് തിക്നെസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു 1.5 ഗ്ലാസോളം വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഇനിയിപ്പോൾ തിളച്ച് വന്നു കഴിഞ്ഞാൽ മീനിട്ട് കൊടുക്കാമെന്നാണ് കേട്ടോ വിചാരിക്കുന്നത്. അപ്പോഴേക്കും നമ്മുടെ കറിയും കാര്യങ്ങളൊക്കെ നന്നായിട്ട് തന്നെ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഇതിലോട്ട് നമ്മൾ നെത്തള ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഈ ഒരു സമയം ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇത് ഒരുപാട് സമയത്ത് തിളപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. ചെറിയ മീനായ കാരണം തന്നെ ഒന്ന് വേഗം കുക്കായി കിട്ടും കേട്ടോ. ഒരു 10 മിനിറ്റ് അത്ര മതി കേട്ടോ. ഒന്ന് തിളപ്പിച്ച് കഴിഞ്ഞാൽ തന്നെ ഇത് ഏകദേശം സെറ്റാവും കേട്ടോ. അപ്പോൾ അടച്ച് വെച്ച് അങ്ങനെ തിളപ്പിക്കാൻ വെച്ചിട്ട് ഞാൻ വേഗം പിന്നെ നമ്മുടെ മെഷീനിൽ ഡ്രസ്സുകളൊക്കെ അലക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ വേഗം വിരിച്ചിടാമെന്ന് വിചാരിച്ചു. ഈ സമയമൊന്നും മക്കളെ ഒരു കുഴപ്പമില്ല കേട്ടോ. നല്ല നോർമൽ കാലാവസ്ഥ ആയിരുന്നു കേട്ടോ. പെട്ടെന്നാണ് ഒരു ചേഞ്ച് വന്നത്. ഈ ഒരു വിരിപ്പ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ആ ഒരു ഇത്തിരി കട്ടിയുള്ള ആ ഒരു ബ്ലാങ്കറ്റാണല്ലോ, വല്ലാതെ കട്ടിയില്ല, എന്നാലും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്നൊരു വെയിൽ കണ്ടിട്ടാണ് ഞാൻ ഈ ഒരു പരിപാടിയൊക്കെ ഒപ്പിച്ച് വെച്ചത് കേട്ടോ. ഇതും പിന്നെ ഒരു ചെറുതായിട്ടൊരു ബെഡ്ഷീറ്റും അതിൻ്റെ കൂടെ
ഡ്രസ്സ് അലക്കാടുന്നതിൻ്റെ കൂടെ തന്നെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഈ ബെഡ്ഷീറ്റ് വേറെ, നമ്മൾ ഉപയോഗിക്കുന്ന ഡ്രസ്സ് വേറെ, അങ്ങനെ ഒന്നുമില്ല കേട്ടോ. ഞാൻ എല്ലാം ഒരുമിച്ച് തന്നെ ഇടും. കാരണം നമ്മളിത് ഇടയിലിടയിൽ ബെഡ്ഷീറ്റ് ആയാലും ഡ്രസ്സായാലും ഇടയ്ക്കിടയ്ക്ക് മാറ്റുന്നതായതുകൊണ്ട് വലിയ കുഴപ്പമില്ല. പിന്നെ അല്ലെങ്കിൽ ഒരാഴ്ച 2 ആഴ്ച അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഇട്ടിട്ടുള്ള ബെഡ്ഷീറ്റൊക്കെ ആകുമ്പോൾ നമ്മൾ ഇടുന്ന ഡ്രസ്സിൻ്റെ കൂടെ ഇടാതിരിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇത് പിന്നെ അങ്ങനെയൊന്നുമില്ല. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ബെഡ്ഷീറ്റൊക്കെ മാറ്റുന്നതുകൊണ്ട്, വിരിപ്പൊക്കെ മാറ്റുന്നതുകൊണ്ട് വലിയ കുഴപ്പമില്ല. നമ്മൾ ഇടുന്ന ഡ്രസ്സിൻ്റെ ഒപ്പം തന്നെ നമുക്ക് നമ്മുടെ ഈ ഒരു ഡ്രസ്സും കൂടെ ഇട്ട് കൊടുക്കുക കേട്ടോ. വിരിപ്പും പുതപ്പൊക്കെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇന്ന് നമ്മുടെ ഒരു 2 വിരിപ്പൊക്കെ ഉള്ളത് കാരണം കുറച്ച് അലക്കാനുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അതും കൂടെ അതിൻ്റെ കൂടെ ഇട്ട് കൊടുത്തതാണ് കേട്ടോ. അപ്പോൾ ഇനി അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കിനും ഇതാ കറിയൊക്കെ നന്നായി വെട്ടി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇപ്പുറത്തെ സ്റ്റവിലോട്ട് മാറ്റിയിട്ട് നമുക്ക് ഈ ഒരു സ്റ്റവിൽ തന്നെ ഇതിലോട്ടുള്ള ഉള്ളി താളിച്ചെടുക്കണം കേട്ടോ. അപ്പം എണ്ണ ഇത്തിരി കൂടുതലായോ എന്നൊരു തോന്നൽ കേട്ടോ. ഞാൻ കുറച്ച് മാറ്റി വെച്ചിട്ട് ബാക്കി ഇത് പപ്പടം പൊരിച്ച എണ്ണ ആയിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് മാറ്റി പിന്നീട് അതിൻ്റെ കുറച്ച് ഉണ്ടാവുള്ളൂ പറഞ്ഞു. പക്ഷെ ഇങ്ങനെ ഊറി വന്നിട്ട് കുറച്ച് അധികമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഉള്ളി ഇടുന്ന സമയത്താണ് ശ്രദ്ധിച്ചത് കേട്ടോ. എന്നാലും കുഴപ്പമില്ല, വെളിച്ചെണ്ണയല്ലേ, അങ്ങനെ നല്ലതാണെന്ന് വിചാരിച്ച് കഴിക്കുക തന്നെ. അപ്പോഴേക്കിനും ഇതാ നമ്മുടെ ചെറിയ ഉള്ളിയും കാര്യങ്ങളൊക്കെ മൂപ്പിച്ചിട്ട് ഇതാ കറിയിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കണം. ഈ ഒരു സമയം നല്ലൊരു സ്മെല്ലായിരിക്കും കേട്ടോ നമ്മുടെ കറികൾക്കൊക്കെ. ഈ ഒരു താളിക്കണ സമയത്ത് പുക വന്ന് എൻ്റെ ക്യാമറ മൊത്തം മറിഞ്ഞിട്ടുണ്ട്. എന്നാലും കുഴപ്പമില്ല. അപ്പോൾ ഇതൊക്കെ ഉണ്ട് ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കറി പിന്നെ ഫൈനലായിട്ട് റെഡി ആയിട്ടുണ്ടെന്ന് അർത്ഥം. ഇനിയിപ്പോൾ അതവിടെ ഇരിക്കട്ടെ, നമുക്കിനി കഴിക്കാനായിട്ട് നോക്കാമല്ലോ. അപ്പം രാവിലെ പറഞ്ഞതുപോലെ തന്നെ എൻ്റെ ചോറുന്നലും കാര്യങ്ങൾ കഴിഞ്ഞിട്ടാണ് പിന്നെ ഷാനനെ വീഡിയോ എടുക്കാനായിട്ട് നിന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ, ഷാന കഴിക്കുന്നത്. അപ്പോൾ അതാ ചെറിയ കാറ്റും ചെറുതായിട്ട് കാലാവസ്ഥയൊക്കെ മാറി ഇങ്ങനെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. വെയിലൊന്നുമില്ല. അപ്പോൾ അതാ എൻ്റെ അന്നത്തെ പൊട്ടി വീണതിൻ്റെ ബാക്കിയും കൂടെ പൊട്ടി വീഴണ്ട പറഞ്ഞിട്ട് നേരത്തെ കാലത്ത് തന്നെ കെട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ മുന്നേ പൊട്ടി വീണത് കുഴിച്ചിട്ടിട്ടൊന്നുമില്ല, ഇന്നലെയായിരുന്നു അത് സംഭവിച്ചത്. പക്ഷെ ഇന്നലെ നമ്മുടെ ശാരീരിക പ്രോബ്ലമൊക്കെ ഉള്ള കാരണം അതവിടെ കിടന്നു, കുഴിച്ചിട്ടിട്ടില്ല കേട്ടോ. അതിനെ ഞാൻ ജസ്റ്റ് വെള്ളത്തിൽ ഇങ്ങനെ ഇട്ട് വെച്ചേക്കുകയാണ്. അപ്പോൾ അതാ നമ്മുടെ കാർമേഘമൊക്കെ മാറി മറിഞ്ഞു വരുന്നുണ്ട് കേട്ടോ. മറിഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം കണ്ടാൽ മനസ്സിലാവും എന്തോ വലുതെന്തോ വരാനിരിക്കുന്നുണ്ട് എന്നുള്ളതിന് തെളിവാണ് കേട്ടോ. അപ്പോൾ ഇപ്പോഴൊന്നും വലിയ സീനില്ല, ചെറുതായിട്ടൊരു മഴ, ആ ഒരു മാവ് ഇങ്ങോട്ട് നിൽക്കുന്ന ആ ഒരു സൈഡിൽ മാത്രം നനഞ്ഞിട്ടില്ല കേട്ടോ. ബാക്കി സൈഡിലൊക്കെ ഇതാ മഴ പെയ്തിട്ട് ഇങ്ങനെ ചെറുതായിട്ടൊക്കെ ഇങ്ങനെ നനഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചെറുതായിട്ടൊരു മഴ വന്നുള്ളൂ, ഇനിയിപ്പോൾ അത്രേ ഉണ്ടാവുള്ളൂ എന്നാണ് വിചാരിച്ചത്. പക്ഷേ അതൊക്കെ മേലെയായിരുന്നു, നല്ല ഇടിയും മഴയും ഒക്കെ കൂടെ ഇങ്ങോട്ട് വന്നു കേട്ടോ. നന്നായിട്ട് കാറ്റും ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണുന്നതൊന്നുമല്ല, ഞാനിത് ഓഫ് ചെയ്യുമ്പോൾ നന്നായിട്ട് മഴ പെയ്യും അല്ലെങ്കിൽ നന്നായിട്ട് കാറ്റടിക്കും. അപ്പോൾ ഇതാ മഴയൊക്കെ കൂടിയിട്ടുണ്ട് കേട്ടോ. ട്രൗസർ എന്താ താങ്ക് യു. അങ്ങനെ പിന്നെ ആ മഴയൊക്കെ കണ്ട് ആസ്വദിച്ച് താത്താക്ക് ടാറ്റയും കൊടുത്തത് ആ മിന്നു ഉറങ്ങാനായിട്ട് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊരു സ്ഥിരം പരിപാടിയായിട്ടുണ്ട് ഇങ്ങനെ പോകുന്ന സമയത്ത് ഉമ്മ കൊടുക്കലും ടാറ്റ കൊടുക്കലൊക്കെ കേട്ടോ. അപ്പം ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് നല്ലൊരു വീഡിയോയുമായിട്ട് കാണുന്നത് വരേക്കും ബൈ.